ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ആട്ടിൻ സൂപ്പാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്നും മുട്ടരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വയ്ക്കാമല്ലോ. ഞാൻ ആടിൻ്റെ കയ്യും കാലും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറുതായിട്ട് കൊത്തിയെടുത്തതാണ്. ഇതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമല്ലിയും കുരുമുളകും നല്ല ജീരകവും പെരിഞ്ജീരകവും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പട്ട ഏലക്കായ ഗ്രാമ്പൂ ചേർത്ത്, പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. 8 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചെടുത്ത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഇതിൻ്റെ മജ്ജയൊക്കെ നല്ല വെന്ത് എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം വിസിൽ വന്നതിന് ശേഷം നമുക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിസിൽ വരാനായിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ ഇങ്ങനെ തിളച്ച് തൂവില്ല, ഒരുപാട് പുറത്തേക്ക് വരില്ല. അല്ലെങ്കിൽ ഈ നെയ്യൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ കുറച്ചൊന്ന് ഓയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ വിസിലെന്നാലും ഇങ്ങനെ വരുള്ളൂ, പുറത്തേക്ക് വല്ലാതെ ഒഴിച്ചു പോയില്ല. അപ്പോൾ 8 വിസിൽ വന്ന് അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇത് 8 വിസിലിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ വേവിക്കാൻ കാരണം തിളച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വലിയ പാത്രങ്ങളൊന്നുമില്ല, ഈ ഒരു കുക്കറിലാണ് വെച്ചത്. അപ്പോൾ വലിയ പാത്രം ഉണ്ടെങ്കിൽ വിസിൽ വരുത്താതെ നമുക്ക് പാത്രത്തിൽ തന്നെ കുറേ വെള്ളത്തിൽ വെച്ചിട്ട് വേകുന്നവരെ ഇങ്ങനെ അടുപ്പിൽ കത്തിച്ചുകൊണ്ടിരിക്കുക. നല്ല കനലൊക്കെ ഉള്ള അടുപ്പിൽ നല്ല വിറകൊക്കെ ഇട്ടിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മളിവിടെ വിറകൊന്നും ഇല്ലല്ലോ, കുക്കറിലാണ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് ഇനിയും കുറേ ദിവസം ഇങ്ങനെ തിളപ്പിക്കുക. കുറച്ച് എടുക്കുക, എന്നിട്ട് പിന്നെ അത് കഴിക്കുക. എന്നിട്ട് പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. അങ്ങനെ ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ ഇറങ്ങി വരണം അതിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോൾ നമ്മൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ കുറച്ചെടുത്ത് ഒന്ന് പപ്പ് കസം കൊടുത്ത് വെക്കണേ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.